ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജയ തോമസ് വ്ലോഗ്സ്. അപ്പം ഞാനിപ്പം ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇപ്പം രാവിലെ 9:30 ഒരു 10 മണിക്ക് ഇനി ഒരു ഹെയർ കട്ടിന് ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ യോഗട്ട്, ഗ്രീക്ക് യോഗട്ട് എനിക്ക് ഒരു വിധത്തിലും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര പുളിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സംഭവം എന്തെങ്കിലും വയറ്റിൽ ചെല്ലണ്ടേ. അവസാനം ഞാൻ കുറച്ച് പഞ്ചസാര അതിനകത്തോട്ട് അങ്ങ് ഇടും. ഞാൻ മുടി വെട്ടാൻ പോകുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഒരു 3 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. ഇന്ന് എനിക്ക് പിന്നെ വേറെ പരിപാടി എന്താ ഉള്ളതെന്ന് വെച്ചാൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞാൻ ഈ ഹെയർ കട്ടൊക്കെ ബുക്ക് ചെയ്തത്. സാധാരണ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസവും എനിക്ക് തന്നെ കുറേ എന്തെങ്കിലുമൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ വർഷം ചില പ്രത്യേക കാരണങ്ങളാൽ ഒന്നും വേണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഓക്കെ, ചെറിയൊരു ഹെയർ കട്ടെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പാഡ് തായ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പാഡ് തായ്ക്ക് വേണ്ടിയുള്ള നൂഡിൽസും സോസും ഞാൻ മേടിച്ചു. ഇനിയിപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പച്ചക്കറി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മേടിക്കാൻ പോകണം. അപ്പോൾ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത് മേടിക്കാൻ പോകാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പാഡ് തായ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ വ്ളോഗിൽ എന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ കട്ടറി. ഞാൻ ഇവിടെയാണ് വരാറ്. For Jojo, we were talking about me and why I was here. അപ്പം ഹെയർ കട്ട് എന്നുള്ള കലാപരിപാടി കഴിഞ്ഞു. ഞാൻ ഒട്ടും ലെങ്ത് ഒന്നും കുറച്ചില്ല. ഫെദർ കട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടാകത്തില്ല. ബ്ലോ ഡ്രൈയിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാര്യം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പം 1-2 ദിവസം കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഒന്ന് കുളിച്ച് കഴിയുമ്പം എല്ലാം പഴയ പോലെ ആവും. എനിക്ക് വീട്ടിൽ പോയിട്ടാണ് ചെയ്യാം. വെറുതെ നമ്മളിവിടെ ചെയ്ത് വെറുതെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാനായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് പോലെ ഡെഡ് ഹെയർ ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞു. ഇപ്പം കുറച്ചൊരു വൃത്തി രൂപമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പാഡ് തായുടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് വിൽ ഗോ ടു ആസി പ്ലാസ. അപ്പം അതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്നുള്ളത് ഞാനൊന്ന് ഗൂഗിളിൽ നോക്കട്ടെ കേട്ടോ. പാഡ് തായുടെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നോക്കി. ഇതിൻ്റെ സൈഡിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ സോസും നൂഡിൽസും ഒക്കെ ഉണ്ട്. പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബീൻ സ്പ്രൗട്ട്, ടോഫു, പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി വേണം. അത് ഇവർ പറയുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ള പാഡ് തായ് ആണ്. കുച്ചുവിന് പ്രോൺസ് ഒട്ടും പറ്റത്തില്ല. അപ്പം നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ മേടിക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ എൻ്റെ സോസ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ നൂഡിൽസും സോസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിയുമ്പം എനിക്കത് മെയിൻലി ആ സോസിൻ്റെ ഒരു ടേസ്റ്റാണ്. ടാമറിൻഡും പിന്നെ കുറച്ച് ഷുഗറും എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു സ്വീറ്റ് ആൻഡ് സൗർ ഫ്ലേവർ മിക്സ് ആയിട്ട് വരുന്ന ഒരു സോസാണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റാണ് ശരിക്കും പാഡ് തായ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. അപ്പം നമുക്കത് പോയി സാധനങ്ങൾ മേടിച്ചിട്ട് അപ്പം നമ്മൾ അസി മാർക്കറ്റിൽ എത്തിക്കണ്ടോ. ഇതാണ് നമ്മുടെ അസി പ്ലാസ. ഇന്ന് എനിക്ക് എൻ്റെ മുഖം കണ്ടിട്ട് ഒരു സാഡ് ഫേസ് തോന്നുന്നു. അത് വേറൊന്നുമല്ല, ഞാൻ കണ്ണെഴുതിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചൊന്ന് ഇച്ചിരി ക്ഷീണിച്ചു പോയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എൻ്റെ വയറ് അത്ര സുഖത്തിലല്ലായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ കണ്ണെഴുതാത്തതുകൊണ്ടാണ് ഈ മെയിൻ ഒരു ദുഃഖഭാവം. എൻ്റെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിംഗ് ഫേസ്, നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴേക്കുള്ളൊരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് എൻ്റെ ഒരു ദുഃഖഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. പക്ഷെ എനിക്ക് ഉള്ളിൽ ദുഃഖമൊന്നുമില്ല. പക്ഷെ പുറമേ ഒരു കണ്ണെഴുതാത്തതുകൊണ്ട് ചെറിയൊരു സാഡ് ഫേസ് പോലെ എനിക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി അധികം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ആസി പ്ലാസിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് എത്തി. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, അപ്പം എന്താ ഈ സൈഡിലെത്തിയില്ലേ. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ ഏജിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോയിൽ, പ്രായം ഒരു വിഷയമാണോ എന്നൊക്കെ ഉള്ള വീഡിയോയിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു അപ്പാപ്പൻ ഇങ്ങനെ നടക്കും എല്ലാ ദിവസവും. ആ അപ്പാപ്പനാണ് കേട്ടോ.
90 years old. കണ്ടോ, പുള്ളി ഇപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പം ഇതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു പാടാണ് നമ്മൾ പുറകിലോട്ട് നടക്കുമ്പം. പ്രായമാകുമ്പോൾ നമുക്ക് ബാലൻസ് അല്ല മെയിൻ വിഷയം. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളി പുറകോട്ട് നടക്കുന്നത്. അപ്പം ഈ അപ്പാപ്പൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 4 വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ അപ്പാപ്പൻ ഇങ്ങനെ നടക്കുന്നത്. സോ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പം ആ വീഡിയോയിൽ ഞാൻ ഈ അപ്പാപ്പനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. മുന്നേ പുള്ളിയുടെ വൈഫും ഉണ്ടായിരുന്നു, ഇപ്പം വൈഫില്ല, പുള്ളി മാത്രമേ ഉള്ളൂ. ഞാൻ പലതവണ അപ്പാപ്പനോട് സംസാരിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അപ്പാപ്പൻ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പിൻവാങ്ങി. അപ്പോൾ ഇനി നമുക്ക് വീട്ടിനകത്ത് പോയിട്ട് എനിക്ക് പാഡ് തായ് ഉണ്ടാക്കണം. അപ്പോൾ പാഡ് തായുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. എന്നിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ലോങ് വീഡിയോ ഞാൻ എടുക്കത്തില്ല. പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. ഞാൻ വീട്ടിനകത്ത് ചെന്നിട്ട് ബാക്കി കാര്യം. നൂഡിൽസ് ഞാൻ ബ്രൗൺ നൂഡിൽസ് ആണ് മേടിച്ചത്. ഇത് എനിക്ക് അറിയത്തില്ല, നാട്ടിൽ എനിക്ക് ചിലപ്പോൾ എനിക്കൊന്ന് ലുലു മോളിലൊക്കെ കിട്ടുമായിരിക്കുമല്ലോ, ഐ ഡോണ്ട് നോ. അപ്പൊ ഇതാണ് നമ്മുടെ നൂഡിൽസും, പിന്നെ ഇതാണ് സോസ്. അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. അതിന് മുന്നേ ഇപ്പം മുടിയൊക്കെ വെട്ടിട്ട് വന്നല്ലേ, ഞാൻ പോയിട്ടൊന്ന് മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. സോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ പാഡ് തായ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇന്ന് പാഡ് തായ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമല്ലോ, ആ ഒരു ഷോട്ടിലായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത്. അല്ലാതെ ഞാൻ പാഡ് തായ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ഷുഡ് വാച്ച് മൈ ഷോർട്ട് വീഡിയോ. ഓക്കെ, check if you can see me there in the... Am I visible? Yeah, you're visible. There's a lot of light there. My face is there, so... There's lots of light. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പാഡ് തായ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. കുച്ചു വാ. Okay. കുച്ചു ആണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത്. ഇവിടെ ഒന്നില്ല, കുച്ചു ഹെൽപ്പ് അമ്മ എ ലോട്ട്. കുച്ചു ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നിന്റെ വായിൽ നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. How is it? Good. അപ്പ വിളിച്ചിട്ടോ. Appa! Good, bad guy! So that's it. പാഡ് തായ് എന്ന് പറയാൻ പാടില്ല. ഇറ്റ്സ് എ തായ്ലൻഡിൻ്റെ ഒരു ഭയങ്കര ഫുഡാണ് കേട്ടോ. ഞാൻ എങ്ങനെയായിട്ട് ഫസ്റ്റ് കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോയപ്പം ഞാനങ്ങ് എൻ്റെ ഉച്ചയമ്മയെ കാണത്തില്ലേ, ഞാനൊരു തായ് റെസ്റ്റോറൻറ്റിൽ പോയപ്പം ആക്സിഡൻ്റലി ആദ്യമേ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകാൻ തുടങ്ങി. അപ്പോൾ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ ഇനി ഇത് വേണ്ട, സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിലോട്ട് എത്തിപ്പെട്ടതും പാഡ് തായ് ഉണ്ടാക്കിയത്. ഞാൻ കഴിക്കട്ടോ, കുറിച്ച് വീഡിയോ കട്ട് ചെയ്യടാ, ഞാൻ കഴിക്കാൻ പോകണേ.